മലബാർ മിൽമ ഫാം ടൂറിസം രംഗത്തേക്കും ചുവടുവെക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഗ്രാമീണ ടൂറിസത്തിന്റെ വികസനത്തിന് ഫാം ടൂറിസം ഏറെ സഹായകമാകുമെന്നും മിൽമ നടപ്പാക്കുന്ന ഫാം ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ എല്ലാ പിന്തുണയും സഹായവും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരമേഖലയുടെ പ്രവർത്തനം, ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതി എന്നിവ സഞ്ചാരികളെ പരിചയപ്പെടുത്തി ക്ഷീരോത്പാദക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിൽമ ഫാം ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട് ജില്ലയിലെ മിൽമ ഡയറി ഫാമുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാക്കേജാണ് തുടക്കത്തിൽ നടപ്പിലാക്കുക. ഭക്ഷണം, താമസം, യാത്ര എന്നിവയുൾപ്പെടെ പ്രീമിയം, മോഡറേറ്റ്, മീഡിയം എന്നിങ്ങനെ 3 കാറ്റഗറികളിലുള്ള പാക്കേജുകളാണ് ഉണ്ടാവുക. വൈകാതെ സംസ്ഥാനത്തിന്റെ ഇതര ജില്ലകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കും. ബുക്ക് ചെയ്യുന്നവരെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, നിശ്ചിത സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഫാം ടൂറിസം പദ്ധതിയിടങ്ങളിൽ എത്തിക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദേശീയതലത്തിൽ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഗോപാൽ രത്ന പുരസ്കാരം കരസ്ഥമാക്കിയ പുൽപ്പള്ളി ക്ഷീരസംഘം, സംസ്ഥാന തലത്തിലെ മികച്ച ക്ഷീരസംഘമായ മൈക്കാവ് സംഘം, സംസ്ഥാന തലത്തിൽ മികച്ച സംഘം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഓമശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കേശവൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ആണ് ഫാം ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഫാം ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ എല്ലാ പിന്തുണയും സഹായവും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.